നമസ്കാരം. വാങ്കഡയിലെത്തിയപ്പോൾ നമ്മുടെ മുംബൈ പുതിയൊരു മുംബൈയായി മാറിയിരിക്കുകയാണ്. സ്പീഡ്, ബൗൺസ്, മൂവ്മെൻറ്റ് ഇതിനെ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്തിട്ട് കൊൽക്കത്തയെ എറിഞ്ഞിട്ട് മുംബൈയിൽ നിന്ന് അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോൾ സിമ്പിളായിട്ട് തന്നെ അവർ ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്തു. വാങ്കഡയിലെ കണ്ടീഷൻസിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ 2 മാച്ചിൽ കണ്ട മുംബൈയെ അല്ലാത്ത പോലെയാണ് ഇന്നത്തെ മാച്ചിൽ തോന്നിയത്. അത്ര എനർജറ്റിക് ആയിരുന്നു. ഫീൽഡിലായാലും ബോളിങ്ങിലായാലും. ഫീൽഡിങ്ങിലൊക്കെ നമന്തീറൊക്കെ എടുത്ത് ക്യാച്ചൊക്കെ എക്സെപ്ഷണൽ ക്യാച്ചുകളൊക്കെ എടുത്ത് അതുപോലെ തന്നെ മൊത്തത്തിലൊരു പുതിയ മുംബൈ അല്ല, പഴയ മുംബൈ. നമ്മുടെ ആ പഴയ മുംബൈയുടെ ഒരു വൈബ് ഇന്ന് കറക്റ്റായിട്ട് കിട്ടി. എന്തായാലും മുംബൈ കൊൽക്കത്തയെ തോൽപ്പിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത പവർ പ്ലേയിലെ ബോളിംഗ് ആണ്. ബോൾട്ടും ചാഹറും വന്നിട്ട് എന്തിനാണോ ബോൾട്ടിനെയും ചാഹറിനെയും മുംബൈ എടുത്തു വെച്ചിരിക്കുന്നത് അത് അവർ ഇന്ന് കാണിച്ചു തന്നു. പവർ പ്ലേയിൽ അന്യായ ബോളിംഗ്. ഫസ്റ്റ് ഓവറിൽ തന്നെ ബോൾട്ട് ഡെലിവറി ചെയ്തു, നരേൻ്റെ വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഓവറിൽ ചാഹർ ഡീകോക്കിൻ്റെ വിക്കറ്റ് എടുത്തു. അപ്പോഴാണ് അശ്വിനി കുമാർ എന്ന് പറഞ്ഞ പുതിയ ബോളർ, മുംബൈയുടെ ബോളർ രംഗത്തിലേക്ക് വരുന്നത്. വെറും 23 വയസ്സുള്ളൊരു പയ്യനാണ്. പഞ്ചാബിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇവിടെയൊക്കെയാണ് മുംബൈയുടെ ഒരു ടാലൻറ്റ് സ്കൗട്ടിങ്ങിൻ്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ എത്ര പ്ലേയേഴ്സിനാണ് ഇവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ന് 4 വിക്കറ്റാണ് ഇട്ടത്, അതും ക്രൂഷ്യലായിട്ടുള്ള 4 വിക്കറ്റ്. ആദ്യം രഹാനയുടെ വിക്കറ്റ്, പിന്നെ റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ, അതുപോലെ തന്നെ മനീഷ് പാണ്ഡെ. മുംബൈ വാങ്കഡയിലെ കണ്ടീഷൻസിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് പ്ലാനുമായിട്ടാണ് ഇന്ന് വന്നത്. രഹാനയുടെ വിക്കറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് ഓഫ് സ്റ്റമ്പിൽ ഫസ്റ്റ് ബോൾ തന്നെ അശ്വിനി കുമാർ എറിഞ്ഞ് ആ വിക്കറ്റ് എടുത്ത്, അതുപോലെ തന്നെ റിങ്കു സിംഗിനെ ആ ലെങ്ത് ബാക്കിലേക്ക് പുള്ള് ചെയ്തിട്ട് അശ്വിനി കുമാർ എടുത്ത് ആ ബൗൺസിനെയൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ മനീഷ് പാണ്ഡെയുടെയും റസലിൻ്റെയും വിക്കറ്റ് എടുത്ത് ഈ ലെങ്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടാണ്. റസലിൻ്റെ വിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 ഷോർട്ട് ബോൾ എറിഞ്ഞിട്ട് ഒരു ഫുള്ളർ ലെങ്ത് എറിഞ്ഞിട്ടാണ് റസലിൻ്റെ വിക്കറ്റ് ഇടുന്നത്. അതിനകത്ത് വേറെ റീസണും കൂടെ ഉണ്ട്. റസൽ അതിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ സാറ്റ്നറിൻ്റെ ബോളിൽ ഒരു വട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. സ്പിന്നേഴ്സിനെ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ പിന്നീട് അശ്വിനി കുമാർ വന്നപ്പോൾ റസൽ തീരുമാനിക്കുകയാണ് ഇവനെ അടിച്ചേക്കാന്നുള്ളൊരു തീരുമാനത്തിൽ. കാരണം ഫാസ്റ്റ് ബോളേഴ്സിനെ അടിച്ചേ പറ്റൂ, സ്പിന്നേഴ്സിന് ഒരു ക്ലൂ ഇല്ലാതാണ് ബാറ്റ് ചെയ്യുന്നത്. അങ്ങനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് ലെങ്തിൽ കളിച്ചിട്ടാണ് അശ്വിനി കുമാർ റസലിനെ ഔട്ടാക്കുന്നത്. അങ്ങനെ ടോട്ടലി ടാക്ടിക്കലി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മുംബൈക്ക് പറ്റി. പ്രത്യേകിച്ച് അവരുടെ കണ്ടീഷൻസ്, ബൗൺസിനെയും മൂവ്മെൻറ്റിനെയും സ്പീഡിനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് മുംബൈ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. കൊൽക്കത്തയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മുംബൈ ഒന്ന് നിൽക്കാനുള്ള അവസരം കൊടുത്തില്ല. അതായത് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തില്ല. റെഗുലർ ഇൻ്റർവെൽസിൽ വിക്കറ്റ് ഇട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ കൊൽക്കത്തയുടെ സൈഡിൽ നിന്നുള്ളൊരു സമീപനം എന്തായിരുന്നു വെച്ചാൽ റൺ അടിക്കണം എന്നുള്ളത്. കാരണം വാങ്കഡയിലെ വിക്കറ്റാണ്, ഒരു 200-220 റണ്ണ് വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് ഓൾറെഡി പ്ലാനിലുണ്ട്. അപ്പോൾ വിക്കറ്റ് പോകുമ്പോഴും അവർ ആ റണ്ണിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി കളി തോറ്റുപോകും എന്നുള്ള ഇതിൽ ആ റൺ അടിക്കാൻ വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് കളിച്ച് തന്നെ പോകുമായിരുന്നു. പക്ഷേ ഒരു പ്ലാൻ ബി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ടീമുകൾക്ക് വേണം. പക്ഷേ ഇങ്ങനെ ഒരു കൊളാപ്സ് ഉണ്ടായി. ആദ്യത്തെ ഒരു 4 പവർ പ്ലേയിൽ 4 വിക്കറ്റാണ് കൊൽക്കത്തയുടെ പോയത്. അപ്പോൾ ഒരു പ്ലാൻ ബി ഉണ്ടാവണം. അതായത് കുറച്ചും കൂടെ ഒന്ന് നോക്കി കളിച്ചിട്ട് ഒരു 180 അല്ലെങ്കിൽ 170 എങ്ങനെ റീച്ച് ചെയ്യാം, അവിടുന്ന് ഒരു ബെറ്റർ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് ഒരു ബോൾ ചെയ്ത് എങ്ങനെ പിടിക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ ടീംസ് പ്ലാൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 200 എന്ന് പറയും. ഇപ്പോൾ കൊൽക്കത്തയുടെ ബാറ്റിംഗ് ആണ് കൃത്യമായിട്ട് നമുക്കറിയാം. വാങ്കഡയിൽ 200 അടിക്കണം, അതുകൊണ്ട് ഇനി വിക്കറ്റ് പോയാലും അടിക്കണം. അതുകൊണ്ടൊക്കെയാണ് മനീഷ് പാണ്ഡെ വീണ്ടും അവർ ഇറക്കിയത് ഇമ്പാക്ട് സബ്ബായിട്ട്. ആ ഒരു സ്കോറിലേക്ക് എത്തണം എന്നുള്ളൊരു ഇതിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ 116 എന്ന് പറഞ്ഞൊരു ചെറിയ സ്കോറിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇനി മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈക്ക് ഇങ്ങനെ ഇത്ര ചെറിയൊരു സ്കോർ ആയിരുന്നതുകൊണ്ട് തന്നെ അധികം ടെൻഷനായിട്ട് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വളരെ സൂക്ഷിച്ച് തന്നെ കളിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പണേഴ്സ് അങ്ങനെ തന്നെ കളിച്ചത്. അവർക്ക് 1-2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ റിക്കിൾട്ടൺ ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചു. വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിക്കിൾട്ടൺ ബാറ്റ് ചെയ്യുമ്പോൾ ഡീകോക്ക് കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് തോന്നും ഡീകോക്ക് കീപ്പ് ചെയ്യുകയും ബാറ്റ് ചെയ്യുകയും ചെയ്യുന്ന പോലെ ഒരു ഫീൽ കിട്ടി. കാരണം അതേപോലെ തന്നെയുള്ളൊരു ബാറ്റ് സ്വിങ്, അതുപോലെ തന്നെ ഒരു ഫോളോ ത്രൂ, ബാറ്റിംഗ് സ്റ്റൈലൊക്കെ അതുപോലെ തന്നെ എങ്ങനെ ഡീകോക്ക് കളിക്കുന്നോ അതുപോലെ തന്നെ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ പോലെ തന്നെ തോന്നി ഈ റിക്കിൾട്ടൺ. ഇപ്പോൾ 2 ടീമിൻ്റെ 3 ഫേസുകളൊന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫേസുകൾ നോക്കാനില്ല. കാരണം ഇത്രയും ലോ സ്കോറിംഗ് മാച്ച് ആയതുകൊണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. അതായത് ആദ്യം KKR ബാറ്റ് ചെയ്തപ്പോൾ 41-4 പവർ പ്ലേയിൽ അവരടിച്ചത്. മുംബൈ ഇന്ത്യൻസ് അതേ സമയത്ത് 55-ന് 1 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവിടെ KKR 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം പറ്റിയത്. ഇനി രണ്ടാമത്തെ ഫേസിൽ KKR 94-8 14 ഓവർ കഴിഞ്ഞപ്പോൾ. മുംബൈ ഇന്ത്യൻസ് അതിന് മുമ്പ് തന്നെ 12 ഓവർ ആയപ്പോൾ തന്നെ മുംബൈ ഇന്ത്യൻസ് അടിച്ച് ഫിനിഷ് ചെയ്തത്. മെയിനായിട്ട് മുംബൈയിലെ കണ്ടീഷൻസിൽ പവർ പ്ലേ വളരെ ശ്രദ്ധയോടെ കളിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് KKR നിന്ന് പരാജയം സംഭവിച്ചതും. കാരണം നല്ല മൂവ്മെൻറ്റ്, നല്ല ബൗൺസ് ഉള്ള ടൈപ്പ് ഒരു പിച്ചാണ് മുംബൈയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുംബൈക്കെതിരെ കളിക്കുമ്പോഴത്തേക്ക് ബോൾട്ടിനും ചാഹറിനും ഒക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊളാപ്സിനുള്ള ചാൻസ് തീർച്ചയായിട്ടും ഏത് ടീം കളിക്കാൻ വന്നാലും ഉണ്ട്. അപ്പോൾ മുംബൈയിലെ പവർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സൂക്ഷിച്ച് തന്നെ കളിക്കണം. പവർ പ്ലേ സർവൈവ് ചെയ്ത് ഒരു മിഡിൽ
മിഡിൽ ഓവേഴ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് മുമ്പിൽ കളിക്കാൻ പറ്റും. ഒരു 10 ഓവർ 12 ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് പണ്ടറടക്കാൻ പറ്റും. പണ്ട് പൊള്ളാടൊക്കെ അടിക്കുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊരു 12 ഓവർ 13 ഓവറിലേക്കൊക്കെ എത്തിയിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനീഷ്യൽ ഓവേഴ്സിൽ വളരെ സൂക്ഷിച്ച് തന്നെ കളിക്കേണ്ടി വരും. അപ്പോൾ ഒരു സമ്മറി പറയണമെന്നുണ്ടെങ്കിൽ മുംബൈ അവരുടെ കണ്ടീഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്ത ഒരു മാച്ച്. മുംബൈ എന്താണ് വാങ്കഡയിൽ നിന്നുള്ളത്, ആ ഒരു എനർജിയും ആ ഒരു ക്രൗഡും ആ ഒരു ടീമിൻ്റെ ഒരു ജെല്ലും എല്ലാം നമ്മൾ ഇന്നത്തെ മാച്ചിൽ കണ്ടു. KKRന് അവർ വന്ന സ്ഥലം മാറിപ്പോയി. അവരുടെ സ്ട്രാറ്റജീസ് അമ്പേ പാളി. ബാറ്റിങ്ങിൽ കുറച്ചും കൂടെ കെയർഫുൾ ആവേണ്ടതായിരുന്നു പവർ പ്ലേയിൽ. അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സൂര്യകുമാർ യാദവ് റസലിനെ ഒരു 6 അടിച്ചു ബാക്കിലേക്ക്. എന്ത് ഷോട്ടാണ് ഈ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ നിന്നൊക്കെ എങ്ങനെയാണ് പുള്ളി ഇത് കളിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആ കളിക്കുന്നതൊക്കെ ആ പവർ ഇത് അവിടെ 6ലേക്ക് പോകാനുള്ള പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു രക്ഷയില്ലാത്ത ഷോട്ട്. റസൽ തന്നെ ഇങ്ങനെ ചിരിച്ചോട്ട് പോകുന്നുണ്ടായിരുന്നു, എന്തോടെ ഇതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് മുംബൈ vs KKR മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും IPL റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.